ഇന്ന് നിങ്ങളോടൊത്ത് ഞാനും മിക്കിയുമുണ്ട്. മിക്കി, നിന്റെ വണ്ടി കൊള്ളാലോ. നീ നല്ല സ്റ്റൈലായിട്ടാണോ നമ്മുടെ കൂട്ടുകാരെ കാണാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാർക്കെല്ലാം ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ കൊച്ചു കൂട്ടുകാരെ നമ്മളെ ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ കുറച്ച് സ്റ്റൈലൊക്കെ ഇരുന്നാട്ടെ എന്ന് വിചാരിച്ചു. അതാ ഞാൻ ഈ വണ്ടിയുമായി വന്നത്. നിനക്ക് ഇഷ്ടമായോ എന്റെ വണ്ടി? എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. മിക്കി, എന്റെ കൂട്ടുകാരെയും കൂടെ ഈ വണ്ടിയിൽ കേറ്റുമോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ വണ്ടി ഇഷ്ടമായോ? വരൂ, നമുക്ക് ഈ വണ്ടിയിൽ കയറി എന്റെ വിശേഷങ്ങൾ കേൾക്കാം. ശരി മിക്കി, എനിക്കിനി നിന്നോട് എന്റെ കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങളോ? എന്നാ ചോദിക്കോ, കേൾക്കട്ടെ. ശരി മിക്കി, എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിന്നെ ആരാണ് ആദ്യമായി നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? കാത്തി, നീ ഡിസ്നിലാൻഡിനെ ഡിസ്നി ചാനലിനൊക്കെ പറ്റി കേട്ടിട്ടില്ലേ? അതിലുള്ള വോൾട്ട് ഡിസ്നിയാണ് എന്നെ ആദ്യമായി എന്റെ കൂട്ടുകാരുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതെയോ മിക്കി? ഓക്കെ, ഇനി മിക്കി വെച്ചിട്ടുള്ള ആദ്യത്തെ കാർട്ടൂൺ ഏതാണ്? എന്നെ ആദ്യമായി പരിചയപ്പെടുത്തിയ കാർട്ടൂണാണ് സ്റ്റീം ബോട്ട് വില്ലി. കാത്തി, നിനക്കറിയാലോ എന്റെ ബർത്ത്ഡേ നവംബർ 18-നാണെന്ന്. അന്നാണ് ഈ കാർട്ടൂൺ ആദ്യമായി കുട്ടികളുടെ ഇടയിലേക്ക് വന്നത്. അന്ന് തന്നെയാണ് എന്റെ ബർത്ത്ഡേ ആയി ആഘോഷിക്കുന്നത്. എനിക്കറിയാം. എല്ലാ വർഷവും നമ്മൾ ഒന്നിച്ചു കൂടി ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളതാണല്ലോ. അതെ കാത്തി, അതെ. നമ്മൾ എല്ലാവരും ഒത്തുകൂടാറുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഇനി മുതൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ പങ്കുചേർക്കാമല്ലോ. മിക്കി, നിനക്കുമുണ്ടല്ലോ എന്നെ പോലത്തെ കുറേ കൂട്ടുകാരെ. എന്റെ കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഓ ബേബി, എന്റെ കൂട്ടുകാരാണ് എന്റെ പട്ടിക്കുട്ടൻ പ്ലൂട്ടോ, പിന്നെ ഗൂഫി, പിന്നെ എന്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് മിന്നി മൗസ്, പിന്നെ എന്റെ ഡേസി ഡോഗ്, ഡൊണാൾഡ് ഡക്ക്. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. നിനക്ക് അവരെ എല്ലാവരെയും പരിചയമുണ്ടല്ലോ. മിക്കി, നമ്മുടെ കൂട്ടുകാരൻ സ്പൈഡർമാനെ പോലെ നിനക്കും സൂപ്പർ പവേഴ്സ് ഉണ്ടോ? സ്പൈഡിയെ പോലെയല്ല, പക്ഷെ എനിക്കുണ്ടൊരു സൂപ്പർ പവർ. എന്റെ സൂപ്പർ പവറാണ് എല്ലാവരെയും ചിരിപ്പിക്കുക. ഞാൻ എല്ലാവരെയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ വിഷമങ്ങൾ എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ശരി മിക്കി, വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ കൂടിയതിന് വളരെ സന്തോഷം. കാർത്തി, എന്റെ വണ്ടി വന്നല്ലോ. ഇന്ന് ഞാൻ പോയി വരാം കാർത്തി. ബൈ ബൈ കൂട്ടുകാരെ, നിങ്ങൾക്ക് മിക്കിയുടെ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അവൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണം. ഇനി അവൻ വരുമ്പോൾ നമുക്ക് പുതിയ ചോദ്യങ്ങൾ ചോദിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി നാളെ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാം. ബൈ ബൈ കൂട്ടുകാരെ, വീണ്ടും കാണാം ട്ടോ.